ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ 2-ാമത്തെ സ്കന്ധത്തിൽ ശ്രീശുകൻ പരീക്ഷിത് മഹാരാജാവിന് എങ്ങനെ മുക്തി ലഭിക്കുമെന്നും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി പറയുന്നു. ദശാവതാരങ്ങൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ മഹാഭാഗവതം പറയുന്നത് ഭഗവാന്റെ അവതാരങ്ങൾക്ക് കണക്കില്ല എന്നുള്ളതാണ്. വരാഹം മുതൽ കൽക്കി വരെ ഏകദേശം 27 അവതാരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് നാരദനോട് പറയുകയാണ്, അല്ലയോ നാരദ, ഭഗവാന്റെ അവതാരങ്ങളുടെയും ലീലകളുടെയും ചുരുക്കം തന്നെയാണ് മഹാഭാഗവതം. അതുകൊണ്ട് മഹാഭാഗവതം വിസ്തരിച്ചു തന്നെ പ്രചരിപ്പിക്കണമെന്ന് ബ്രഹ്മദേവൻ നാരദനോട് പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്യുന്നതിനായിട്ട് പ്രളയജലത്തിൽ അതിവിശാലമായ ഒരു താമര ഇലയിൽ ഇരിക്കുകയായിരുന്നു. ബ്രഹ്മാവ് അവിടെ ഇരുന്ന് സൃഷ്ടി എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഓർമ്മ വന്നില്ല. എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങനെ വിഷമിച്ചിരുന്ന ബ്രഹ്മാവ് ജലത്തിൻ്റെ ഉപരിഭാഗത്ത് തപ തപ എന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. ചുറ്റിനും പരന്നു കിടക്കുന്ന പ്രളയജലം മാത്രമാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത്. തപ തപ എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അദ്ദേഹം ചിന്തിച്ചു, ഒരുപക്ഷെ ആരോ എന്നോട് തപസ്സു ചെയ്യാൻ പറയുകയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹം തപസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 100 ദിവ്യവർഷം, അതായത് 36,000 മനുഷ്യവർഷം അദ്ദേഹം തപസ്സു ചെയ്തു. അപ്പോൾ ബ്രഹ്മാവിന് വൈകുണ്ഠ ദർശനം കിട്ടി. ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അപ്പോൾ ലോക സൃഷ്ടി നടത്തുക എന്ന തൻ്റെ ആജ്ഞ നടപ്പാക്കുവാൻ പ്രാപ്തനായ ബ്രഹ്മാവിൻ്റെ കയ്യിൽ തൊടുക എന്നുള്ള വ്യാജേന ഭഗവാൻ ക്രിയാശക്തി ബ്രഹ്മാവിൽ വ്യാപിപ്പിക്കുന്നു. എന്നിട്ട് മഹാവിഷ്ണു പറയുകയാണ്, അങ്ങയോട് തപസ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. അങ്ങയുടെ ദീർഘ തപസ്സിനാൽ ഞാൻ പ്രീതനായിരിക്കുന്നു. അങ്ങയ്ക്ക് എന്തു വരമാണ് വേണ്ടത്? തപസ്സാണ് എൻ്റെ ഹൃദയം. എൻ്റെ സ്വരൂപം അറിയണമെങ്കിൽ തപസ് ചെയ്യണം. തപസ് ചെയ്തതുകൊണ്ടാണ് അങ്ങ് വൈകുണ്ഠവും എന്നെയും നേരിൽ കണ്ടത്. തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കുവാനും പാലിക്കുവാനും സംഹരിക്കുവാനും എനിക്ക് കഴിയുന്നത്. ഇങ്ങനെ മഹാവിഷ്ണു പറയുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, വരം വരിക്കുവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വരം ചോദിക്കുന്നു. അല്ലയോ മഹാവിഷ്ണു, അങ്ങയുടെ സൂക്ഷ്മരൂപം അറിയുവാൻ എനിക്ക് കഴിയണം. സൃഷ്ടികർത്താവ് എന്ന അഹങ്കാരം എന്നെ ഒരിക്കലും ബാധിക്കുകയും അരുത്. അതുമാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് പറയുന്നു. ബ്രഹ്മാവിന് തൻ്റെ സ്വരൂപത്തെ പറ്റിയുള്ള ജ്ഞാനം അത് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. 9-ാം അധ്യായത്തിൽ 32 മുതൽ 35 വരെയുള്ള 4 ശ്ലോകങ്ങളിലാണ് അക്കാര്യം ഭാഗവതത്തിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത്. ഈ 4 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ സാരാംശമെല്ലാം ആ ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, എൻ്റെ സ്വരൂപം എന്ത്, ഞാൻ ഏത് വിധത്തിലുള്ളവൻ എന്നുള്ള പരമമായ രഹസ്യമായ തത്വം, ആ തത്വം ഞാൻ അങ്ങേക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. ആദിയിൽ സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലുതും ചെറുതുമായ എല്ലാ വസ്തുക്കളും അവയുടെ കാരണവും എന്നിൽ ലയിച്ചിരിക്കുന്നു. സൃഷ്ടിക്കു ശേഷവും ഞാനല്ലാതെ മറ്റൊന്നുമില്ല. അതായത് പ്രപഞ്ചവും അതിൽ കാണുന്ന നാനാ വസ്തുക്കളും അത് ഞാൻ തന്നെയാണ്. പ്രളയത്തിനു ശേഷവും അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്.
സത്യത്തിലില്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതുപോലെ ഉള്ളത് ഇല്ലെന്നും. അതാണ് മായ. സുഖവും ദുഃഖവും തോന്നുന്നത് മായ കൊണ്ടാണ്. കയറു കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് വിചാരിക്കുവാൻ കാരണം അതും മായയാണ്. സർവജീവികളിലും ജീവനായി ഉള്ളത് ഞാനാണ്. എല്ലാറ്റിലും ഞാനുണ്ടെങ്കിലും ഒന്നിലും ഞാൻ പ്രവേശിച്ചിട്ടും ഇല്ല. ഞാനില്ലെങ്കിൽ ജീവികൾ വെറും ജഡമാണ്. അവയ്ക്ക് അനങ്ങുവാൻ സാധിക്കുകയില്ല. ഈ തത്വം അറിഞ്ഞിരിക്കുന്നവന് ഒരിക്കലും മോഹം എന്ന ചിന്ത ഉണ്ടാവുകയില്ല. ഞാനാണ് സൃഷ്ടി ചെയ്യുന്നത് എന്ന അഭിമാനം, ബന്ധം എന്നിവ അങ്ങേക്ക് ഒരിക്കലും തോന്നാതിരിക്കുന്നതിനായി ഞാൻ അങ്ങയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വരൂപം എങ്ങനെയാണ് എന്ന് വിശദമാക്കി കൊടുക്കുകയും ഒരിക്കലും ഈ ജോലികളെല്ലാം ചെയ്യുന്നത് താനാണ് എന്നുള്ള അഹങ്കാരം ബ്രഹ്മദേവന് ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു അനുഗ്രഹവും സർവേശ്വരൻ ബ്രഹ്മദേവന് കൊടുക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ മറയുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ മറന്നുപോയ ആ സൃഷ്ടികർമ്മം അങ്ങനെ ബ്രഹ്മദേവന് ഓർമ്മ വരികയും പിന്നീട് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തുകയും ചെയ്തു. ബ്രഹ്മാവ് 10 ലക്ഷണങ്ങളോട് കൂടിയ ഈ മഹാപുരാണം പിന്നീട് നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അത് എൻ്റെ അച്ഛനായ വ്യാസന് ഉപദേശിച്ച് കൊടുക്കുന്നു. അച്ഛനിൽ നിന്ന് ഞാനത് പഠിച്ചു. വിരാട് പുരുഷനിൽ നിന്ന് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് അതുപ്രകാരം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം എന്നുകൂടി ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി മഹാഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധം അവസാനിക്കുകയാണ്. ഇവിടെ ഈ 2ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ തൻ്റെ സ്വരൂപം അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. തപസ് ചെയ്യുന്നവന് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും തപസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഒരു കാട്ടിൽ പോയിട്ട് ഇങ്ങനെ തപസ് ചെയ്യുന്നു. അതുമാത്രമല്ല തപസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയും പഠനം. ആ ഒരു പഠനം ഒരു തപസ് പോലെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, അതൊരു തപസ് പോലെ ചെയ്യണം. നാമം ജപിക്കുന്നു, അതൊരു തപസ് പോലെ ചെയ്യണം. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, അതൊരു തപസ് പോലെ യജ്ഞരൂപേണ ചെയ്യണം. ഇത് തന്നെയാണ് ഭാഗവതത്തിലും അതുപോലെ തന്നെ ശ്രീമദ് ഭഗവത്ഗീതയിലും ഒക്കെ തന്നെ ഭഗവാനും പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഒരു തപസ് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നു, അവർ ആ പഠനത്തിൽ മുഴുകി അത് അവരുടെ ജോലിയാണ് എന്ന ആ ഒരു ബോധത്തിൽ പൂർണ്ണമായ അർപ്പണ ബുദ്ധിയോടുകൂടി ആ പഠനം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കതിൻ്റെ ഫലം ലഭിക്കും. എന്നാലോ കള്ളപ്പടുത്തം നടത്തിയാൽ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല. കർമ്മമാണ് എപ്പോഴും ഈശ്വരൻ. നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത്. അതായത് തപസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് ധ്യാനിക്കുന്നത് മാത്രമല്ല. ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്ന ആരോടാണ്? സന്യാസികളോടാണ്. നമുക്കങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ജോലിയൊന്നും എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി വരുന്നത്. അതായത് ജോലി ചെയ്യുക. ആ ജോലി ഒരു തപസ് പോലെ, ഒരു യജ്ഞം പോലെ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും. ഭഗവാനെ കാണാൻ സാധിക്കും. ഭഗവാനെ കാണുന്ന എപ്പോഴാണ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ ഈശ്വരാനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നു. അവിടെയാണ് ഈശ്വരൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അതിൻ്റെ ആ ഒരു തത്വം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വിജയത്തിലെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെയും ഭാഗവതം കൃത്യമായി പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ ഇതോടുകൂടി 2ാമത്തെ സ്കന്ധം, മഹാഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധം അവസാനിക്കുന്നു. 3ാമത്തെ സ്കന്ധം നമുക്ക് നാളെ പറയാം. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ മനോഹരങ്ങളായ ഭാഗങ്ങളാണ്. ഭഗവാന്റെ അവതാരങ്ങൾ, അതുപോലെ തന്നെ പല പല ഭഗവാന്റെ ലീലകൾ, അങ്ങനെ വളരെ മനോഹരമായ ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും ആ ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനായി മാധവത്തിൻ്റെ കൂടെ ചിലവഴിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.